വെൽക്കം ബാക്ക് ടു മൈൻഡ് ക്ലിനിക് ചാനൽ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കരിയർ അസസ്മെൻറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന കരിയർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. സോ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കാണാതെ ഈ വീഡിയോ കാണരുത്. ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഈ വീഡിയോയിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. ഫസ്റ്റ് വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന കരിയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഇതിനു വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ എന്തെല്ലാമാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റായിട്ട് അവർ ചെയ്യുന്നത് എബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതായിരിക്കും ഫസ്റ്റായിട്ട് അവർ ചെയ്യുന്നത്. ഇതിലൂടെ അസസ് ചെയ്യുന്നത് നിങ്ങളുടെ നാച്ചുറൽ സ്ട്രെങ്ത്സ് അല്ലെങ്കിൽ എബിലിറ്റീസാണ്. സോ ഇതിൽ തന്നെ പല ടെസ്റ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ എബിലിറ്റി, സെക്കൻഡ് വെർബൽ എബിലിറ്റി, തേർഡ് അബ്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്, ഫോർത്ത് സ്പേഷ്യൽ എബിലിറ്റി, ഫിഫ്ത്ത് മെക്കാനിക്കൽ റീസണിങ്. സോ ഈ ടെസ്റ്റുകളെല്ലാം എബിലിറ്റി ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ അടിയിൽ വരുന്നതാണ്. സോ ആദ്യം തന്നെ ന്യൂമറിക്കൽ എബിലിറ്റി എന്താണെന്ന് നോക്കാം. ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത് നമ്പേഴ്സ്, കാൽക്കുലേഷൻസ്, ലോജിക് നിങ്ങൾക്ക് എത്ര ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ ഒരു പ്രോഡക്റ്റിന് 40% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പം ചിലർക്ക് മനസ്സിൽ റഫായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 1000 ആണ്. 40% ഡിസ്കൗണ്ട് മീൻസ് 400 റുപ്പീസ് കുറയും. സോ 600 റുപ്പീസാണ് ഫൈനൽ പ്രൈസ്. ഇങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? അതോ നിങ്ങൾ ഫോണിൽ കാൽക്കുലേറ്റർ തപ്പി റേറ്റ് അടിച്ച് നോക്കുമോ? ഇതേപോലെ മനസ്സിൽ ഈസിയായി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നവർ ജനറലി ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. ഇവിടെ കറക്റ്റ് ആൻസർ മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻസ് ചെയ്യാനുള്ള സ്പീഡും കംഫർട്ടും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് സ്ട്രോങ് ആണെങ്കിൽ എൻജിനീയറിംഗ്, ഫിനാൻസ്, ബിസിനസ്, എക്കണോമിക്സ് ഫീൽഡിൽ കംഫർട്ടബിൾ ആയി പെർഫോം ചെയ്യും. വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് മാത്സിൽ മാർക്സ് കുറവായിരുന്നാലും ഇതേപോലെ നിങ്ങൾക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് വീക്കാണെന്ന് പറയാൻ പറ്റില്ല. മാർക്സും ആപ്റ്റിറ്റ്യൂഡും തമ്മിലുള്ള ഡിഫറൻസ് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടേ ഈ വീഡിയോ കാണാവൂ എന്ന്. സോ ന്യൂമറിക്കൽ എബിലിറ്റിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇത്രയുമാണ്. അടുത്തത് എന്ന് പറയുന്നത് വെർബൽ എബിലിറ്റിയാണ്. ഇതിലൂടെ അസസ് ചെയ്യുന്നത് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻസ് ഇവയാണ്. ഇതിൽ അസസ് ചെയ്യുന്നത് നിങ്ങളുടെ ലാംഗ്വേജസ്, അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, ഇതിനൊന്നുമുള്ള മാർക്സ് അല്ല, തോട്ട്സ് ക്ലിയറായി വേർഡ്സിൽ കൺവേ ചെയ്യാനുള്ള കഴിവാണ് ചെക്ക് ചെയ്യുന്നത്. ഈ എബിലിറ്റി ഉള്ളവർ സ്റ്റോറി ടെല്ലിംഗ് ഇഷ്ടമുള്ളവരായിരിക്കും. ഡിബേറ്റ്സ്, പ്രസൻറ്റേഷൻസ് ഇതെല്ലാം നന്നായി ചെയ്യുന്നവരായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെ ഫ്രണ്ടിന് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞൊരു ടോപ്പിക്കിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നിരിക്കട്ടെ. അതായത് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. നിങ്ങളുടെ വൈകുന്നേരത്തെ ഗ്രൂപ്പ് സ്റ്റഡിയിൽ നിങ്ങൾ ആ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടോ, നീ സിമ്പിൾ എക്സാമ്പിൾസ് വെച്ച് ക്ലിയർ ആയിട്ട് ഈ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്തു, ഇപ്പോൾ ഈ ടോപ്പിക്കിൽ ഞങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി, ഇതിലുള്ള കൺഫ്യൂഷൻസ് മാറി. അങ്ങനെയാണെങ്കിൽ അത് കാണിക്കുന്നത് നിങ്ങളുടെ വെർബൽ സ്ട്രെങ്ത് ആണ്. ഇങ്ങനെയുള്ളവർക്ക് സ്യൂട്ട് ആവുന്ന കരിയേഴ്സാണ് ടീച്ചിങ്, ലോ, ജേർണലിസം, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. സോ അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ആൻഡ് ലോജിക്കൽ റീസണിങ് ആണ്. അബ്സ്ട്രാക്റ്റ് ആൻഡ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് പാറ്റേൺ കണ്ടുപിടിക്കൽ, ലോജിക് യൂസ് ചെയ്ത് സൊല്യൂഷൻസ് കണ്ടെത്തൽ, വൈ ആൻഡ് ഹൗ എന്ന രീതിയിൽ ചിന്തിക്കുക, ഇതെല്ലാമാണ്. പസിൽസ്, ബ്രെയിൻ ഗെയിംസ്, റീസണിങ് ക്വസ്റ്റ്യൻസ് ഇവയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഫണ്ണായിട്ട് തോന്നുന്നുണ്ടോ? ഇവയുടെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻസ് കിട്ടാറുണ്ടോ? ഇവയുടെയൊക്കെ ഉത്തരം ഈസ് എന്നാണെങ്കിൽ അത് കാണിക്കുന്നത് സ്ട്രോങ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡാണ്.
ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗെയിം കളിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ചെസ് കളിക്കുമ്പോൾ നെക്സ്റ്റ് മൂവ് നിങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ടോ? സ്ട്രാറ്റജി തിങ്കിങ് എന്നും ഇതിനെ പറയാറുണ്ട്. അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുമ്പം ലോങ് ടേം റിസൾട്ട്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻജിനീയറിംഗ്, റിസർച്ച്, ബിസിനസ് ഇതൊക്കെ സ്യൂട്ടബിൾ കരിയേഴ്സാണ്. അടുത്തത് സ്പേഷ്യൽ എബിലിറ്റിയാണ്. സ്പേഷ്യൽ എബിലിറ്റി എന്ന് പറയുന്നത് മനസ്സിൽ ഷേപ്സ്, സ്പേസ്, ഡിസ്റ്റൻസ്, ഡയറക്ഷൻ ഇവയൊക്കെ ഇമാജിൻ ചെയ്ത് ഓബ്ജക്ട്സ് എങ്ങനെ ഫിറ്റ് ആവും അല്ലെങ്കിൽ എങ്ങനെ മൂവ് ചെയ്യും, വർക്ക് ചെയ്യും എന്ന് ചിന്തിക്കാനുള്ള കഴിവാണ് സ്പേഷ്യൽ എബിലിറ്റി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റൂമിൽ ബെഡ് ഇവിടെ വെച്ചാൽ ബാക്കിയുള്ള സ്ഥലത്ത് ടേബിളും ഫിറ്റ് ആവുമെന്ന് ചിന്തിക്കാനുള്ള കഴിവ്. ബെഡും ടേബിളും മൂവ് ചെയ്യാതെ തന്നെ മനസ്സിൽ പ്ലാൻ ചെയ്യാനുള്ള കഴിവ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു എക്സാമ്പിൾ, നിങ്ങൾ കാർ പാർക്ക് ചെയ്യുന്ന സമയത്ത് മിറർ നോക്കി കാർ റിവേഴ്സ് ചെയ്യുമ്പം കറക്റ്റായിട്ട് ഡിസ്റ്റൻസ് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള കഴിവ്. സ്പേഷ്യൽ എബിലിറ്റി ഉള്ളവർക്ക് സ്യൂട്ട് ആവുന്ന കരിയേഴ്സാണ് ആർക്കിടെക്ട്സ്, മെക്കാനിക്സ്, പൈലറ്റ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്. അടുത്തത് മെക്കാനിക്കൽ റീസണിങ്. മെക്കാനിക്കൽ റീസണിങ് എന്ന് പറയുന്നത് മെഷീൻസ്, ടൂൾസ്, പാർട്സ് ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ലോജിക് യൂസ് ചെയ്ത് ചിന്തിക്കാനുള്ള കഴിവാണ്. എക്സാമ്പിൾ, ബൈക്കിൻ്റെ സൗണ്ട് മാറിയാൽ മെക്കാനിക്കിനെ കാണിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഈ രീതിയിൽ ചിന്തിക്കുകയാണ്, ചെയിൻ ലൂസാണോ, ഓയിൽ പ്രോബ്ലം ആണോ, ഇങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കുക. വേറൊരു എക്സാമ്പിൾ, ഫാൻ നോർമൽ സ്പീഡിൽ കറങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ കപ്പാസിറ്റർ ഫങ്ഷനിങ് ചെക്ക് ചെയ്യുക, മോട്ടോർ ഇഷ്യൂ ഉണ്ടോ എന്ന് ചിന്തിക്കുക. അങ്ങനെ അതിൻ്റെ മെക്കാനിസം അനലൈസ് ചെയ്യാനുള്ള കഴിവ്. ഈ ടെസ്റ്റ് ഒന്നും നിങ്ങൾ പഠിച്ച് മെമ്മറൈസ് ചെയ്ത് സ്കോർ ചെയ്യാനുള്ളതല്ല, നിങ്ങളുടെ തിങ്കിങ് പാറ്റേൺ ആണ് ഈ ടെസ്റ്റിലൂടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, ന്യൂമറിക്കൽ എബിലിറ്റി, സ്പേഷ്യൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി, എബ്സ്ട്രാക്റ്റ് ആൻഡ് ലോജിക്കൽ റീസണിങ്, മെക്കാനിക്കൽ റീസണിങ്, ഇതെല്ലാം എബിലിറ്റി ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ അടിയിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ ഫസ്റ്റ് അവർ ചെക്ക് ചെയ്യുന്നത് എബിലിറ്റി ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും. അടുത്തത് ഇൻട്രസ്റ്റ്, അടുത്ത ഒരു കാറ്റഗറി അവർ സെക്കൻഡായിട്ട് ചെക്ക് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഇൻവെൻട്രി ടെസ്റ്റ്. സോ അത് നിങ്ങൾക്കതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സോ ഇതിലൂടെ അസസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് നാച്ചുറലായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളത് എന്നാണ്. സയൻസ് ആൻഡ് ടെക്നോളജി ആണോ, ക്രിയേറ്റീവ് ഫീൽഡ്സ് ആണോ, അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് ഹെൽപ്പിംഗ് പ്രൊഫഷൻസ് ആണോ, അങ്ങനെ ഏത് ഫീൽഡിലാണ് നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളത് എന്നാണ്. ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഫീൽഡിൽ നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഫീൽഡിൽ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ആ ഫീൽഡിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ലോങ് ടേം ഹാപ്പിനെസ് ഉണ്ടാവില്ല. അടുത്തത് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്. പേഴ്സണാലിറ്റി അസസ്മെൻറ്റിൽ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ ഇൻട്രോവേർട്ട് ആണോ, എക്സ്ട്രോവേർട്ട് ആണോ, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റൈൽ, സ്ട്രെസ് ഹാൻഡിലിംഗ് എബിലിറ്റി, ലീഡർഷിപ്പ് ടെൻഡൻസി ഇവയൊക്കെയാണ്. ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ ഹാപ്പി ആയിരിക്കും, ഒരു കാം എൻവയോൺമെൻറ്റ് പ്രിഫർ ചെയ്യുന്ന ആളായിരിക്കും. എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ അവർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പ്രിഫർ ചെയ്യുന്നവരായിരിക്കും, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യുന്നവരായിരിക്കും, അവർ ഗ്രൂപ്പ് സ്റ്റഡി പ്രിഫർ ചെയ്യുന്നവരായിരിക്കും. ഫ്രണ്ട്സിൻ്റെ കൂടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിരിക്കും. സോ സെയിം ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഉള്ള രണ്ട് പേര് ഡിഫറെൻറ്റ് കരിയറിൽ ഹാപ്പി ആവുന്നത് അവരുടെ പേഴ്സണാലിറ്റി ഡിഫറൻസ് കൊണ്ടാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ലാബിൽ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ബോറാവും. സയൻറ്റിസ്റ്റ് ആവാനുള്ള സ്കില്ലും പൊട്ടൻഷ്യലും അദ്ദേഹത്തിനുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എക്സ്ട്രോവേർട്ട് ആയതിനാൽ ഒരു ഡൈനാമിക് സോഷ്യൽ എൻവയോൺമെൻ്റ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. ലാബിലെ റുട്ടീൻ, റിസർച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറവുള്ളവർക്ക് ഫീൽഡ് വർക്ക് ഇല്ലാത്ത ജോബ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട് മാച്ച് ആയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം സെയിം ജോബ്, സെയിം വർക്ക് ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ഈ സെയിം ജോബ് ആൻഡ് സെയിം വർക്ക് അദ്ദേഹം ഫോക്കസ്ഡായി ക്വയറ്റായിരുന്ന് ഡീപ്പ് റിസർച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടും. ഫീൽഡ് വർക്ക് ഇല്ലാത്തത് അദ്ദേഹത്തിന് പ്രോബ്ലം ആവില്ല. റുട്ടീൻ വർക്ക് കാമായി അദ്ദേഹം ഹാൻഡിൽ ചെയ്യും, സൂപ്പർ പെർഫോമൻസ് കാണിക്കും. പക്ഷേ ഇതൊന്നും ലേബൽസ് അല്ല. ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് എന്നുള്ളത് ഒരു പെർമനൻറ്റ് സ്റ്റിക്കർ പോലെയല്ല. ഇതെല്ലാം സെൽഫ് അവെയർനെസ് ടൂൾസ് ആണ്. നിങ്ങളുടെ നാച്ചുറൽ ടെൻഡൻസീസ്,
ആൻഡ് പ്രിഫറൻസസ് ആണ് ഈ ടെസ്റ്റ് കാണിക്കുന്നത്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് കരിയർ ഫിറ്റ് മാപ്പിംഗ് ആണ്. കരിയർ ഫിറ്റ് മാപ്പിങ്ങിൽ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത് ഈ മുകളിലുള്ള എല്ലാ ടെസ്റ്റിൻ്റെയും ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ റിസൾട്ട്സ് കമ്പൈൻ ചെയ്ത് സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കരിയർ ക്ലസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഫീൽഡ്സ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു തരും. ഫ്രീ ഓൺലൈൻ ടെസ്റ്റിൽ കാണിക്കുന്നത് പോലെ യു ആർ ഗുഡ് അറ്റ് മാത്സ് അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ് സ്ട്രോങ് എന്ന് മാത്രമായിരിക്കും ഫ്രീ ഓൺലൈൻ ടെസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷേ പ്രൊഫഷണൽ ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻറ്റ് അതേപോലെയല്ല. നിങ്ങളുടെ നാച്ചുറൽ സ്ട്രെങ്ത്സ്, ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി എല്ലാം കമ്പൈൻ ചെയ്ത് സൈക്കോളജിസ്റ്റ് 20 to 30 കരിയർ ഓപ്ഷൻസ് ഡീറ്റെയിൽഡായി മാപ്പിംഗ് ചെയ്തു തരും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ ഫേമസ് ആയിട്ടുള്ള സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് കരിയർ അസസ്മെൻറ്റ്സിനെ കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും. അതായത് കരിയർ ഗൈഡൻസ് സീരീസിൻ്റെ കണ്ടിന്യൂവേഷനാണ്. സോ ഫേമസ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് കരിയർ അസസ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നെക്സ്റ്റ് എപ്പിസോഡിൽ. സോ സ്റ്റേ ട്യൂൺഡ്.